ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ നാം കാണപ്പെടുന്നവയ്ക്കെല്ലാം ദൃശ്യങ്ങൾ എന്ന്, ഇതിനെയൊക്കെ കാണുന്ന ശക്തി ഏതോ അതിന് ദൃക്കെന്നും പറയുന്നു എന്ന് നാം ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ദൃശ്യങ്ങളെല്ലാം ദുഃഖപ്രദവും ദൃക്ക് ആനന്ദപ്രദവുമാണ്. നാം ദൃശ്യങ്ങളെ ഉപേക്ഷിച്ച് ദൃക്കിനെ സമാശ്രയിക്കുമ്പോൾ പരമസുഖിയായി ഭവിക്കും. എന്നാൽ ദൃക്കിനെ അറിയാതെ ദൃശ്യങ്ങളിൽ മാത്രം ഭ്രമിച്ചാൽ തീരാത്ത വ്യഥയായിരിക്കും അനുഭവം. അതിനാൽ ദൃശ്യാകാര മനസ്സാണ് രോഗമായതു നീങ്ങിയാൽ ദൃക്സ്വരൂപാവസ്ഥയാകും ആരോഗ്യം തനിയേ വരും. എത്ര വലിയ ഒരു സത്യമാണ് ഇവിടെ അനാവരണം ചെയ്തു തരുന്നത്. ദൃശ്യാകാര മനസ്സാണ് നമുക്ക് എല്ലാ ദുഃഖത്തിനും രോഗത്തിനും കാരണമായിരിക്കുന്നത്. നാമരൂപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ മനസ്സാണ് ദൃശ്യാകാര മനസ്സാണ്. കാരണം അതെപ്പോഴും പ്രക്ഷുബ്ധമായിരിക്കും. ദൃശ്യാകാര മനസ്സാണ് രോഗമായതു നീങ്ങിയാൽ. ദൃശ്യാകാരത്തോടു കൂടിയ മനസ്സാണ് രോഗം എന്ന് പറയുന്നത്. അത് നീങ്ങിയാൽ ദൃക്സ്വരൂപാവസ്ഥയാകും ആരോഗ്യം തനിയേ വരും. ആരോഗ്യം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആരോഗ്യം അവിടെ ഉള്ളതാണ്. നമ്മുടെ സഹജമായ സ്വഭാവം ആരോഗ്യമാണ്. ഈ ആരോഗ്യത്തിന് ഹാനികരമായ ജീവിതചര്യകൾ വരുമ്പോഴാണ് രോഗാതുരൻ ആയിത്തീരുന്നത്. അതിനാൽ നാം ദൃശ്യാകാരമായ മനസ്സ് രോഗത്തിന് കാരണമായി ഭവിക്കുന്നതിനാൽ ദൃക്സ്വരൂപാവസ്ഥ, ദൃക്ക് സ്വരൂപാവണം നമ്മുടെ മനസ്സ്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഈശ്വര ചിന്തയിൽ വർത്തിക്കണം എന്നർത്ഥം. ദൃക്കെന്നത് ഈശ്വരൻ. നിരന്തരമായ ഈശ്വര ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ ആരോഗ്യം നമുക്ക് തനിയേ വരും. നാം ശക്തിയുടെ പ്രതിരൂപമായി മാറും. അതാണ് ദൃക്സ്വരൂപാവസ്ഥയാകൂ ആരോഗ്യം തനിയേ വരും. ദൃക്സ്വരൂപമായി വന്നാൽ, ദൃക്ക് സ്വരൂപം നമ്മുടെ മനസ്സിന് വന്നാൽ ആരോഗ്യം നമുക്ക് തനിയേ വരും. അതിനാൽ അഴലേകുന്ന ദൃശ്യത്തെ സംത്യജിച്ചു നീ. അതിനാൽ ദുഃഖത്തെ തരുന്ന ഈ ദൃശ്യപദാർത്ഥങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് സാന്ദ്രാനന്ദമയം ദൃക്കായി തെളിഞ്ഞാരോഗ്യമേലണം. ആ ദൃശ്യങ്ങളെയെല്ലാം നാം ആവശ്യത്തിന് മാത്രം സ്വീകരിച്ച് പാടെ ഉപേക്ഷിക്കാനല്ല പറയുന്നത്. ദേഹരക്ഷയ്ക്ക് ഈ ദൃശ്യങ്ങൾ ആവശ്യമാണ്. ആ ദേഹരക്ഷ മാത്രം സ്വീകരിച്ച് ബാക്കി നമ്മൾ അനാവശ്യമായ ദൃശ്യങ്ങളെ പാടെ തള്ളിയാൽ സാന്ദ്രാനന്ദമയമായി തീരും നമ്മുടെ മനസ്സ്. അത് ആരോഗ്യപ്രദവും ആവും. അതിനാൽ അഴലേകുന്ന ദൃശ്യത്തെ സംയരിച്ചു നീ. അതിനാൽ അഴൽ, ദുഃഖം തരുന്ന ഈ ദൃശ്യജാലങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് സാന്ദ്രാനന്ദമയം ദൃക്കായി തെളിഞ്ഞാരോഗ്യമേലണം. സാന്ദ്രാനന്ദം നിറഞ്ഞതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. ആ മനസ്സ് ദൃക്സ്വരൂപമായി മാറണം. ഇപ്പോൾ നമ്മുടെ മനസ്സ് ദൃശ്യ സ്വഭാവമാണ്. ദൃശ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ മനസ്സ്. ആ ദൃശ്യങ്ങളെയെല്ലാം മാറ്റി ദൃക്കിനെ അവിടെ പ്രതിഷ്ഠിച്ചാൽ ദൃക്കിൻ്റെ സ്വഭാവം സാന്ദ്രാനന്ദമാണ്. ആനന്ദം ഘനീഭവിച്ചതാണ്. ആ ആനന്ദാനുഭൂതി സ്വയമേവ നമുക്ക് അനുഭവമാകും. കാരണം നമ്മുടെ സഹജമായ സ്വഭാവം
അതാണ്. ആ സ്വഭാവം കൈവരിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ജീവിത രീതി. ദൃശ്യാകാര മനസ്സാണ് രോഗമായതു നീങ്ങിയാൽ. ദൃശ്യാകാരമാണ് രോഗത്തിന് കാരണം. അത് നീങ്ങിയാൽ ദൃക്സ്വരൂപാവസ്ഥയാകും, ആരോഗ്യം തനിയെ വരും. അതിനാൽ അഴലേകുന്ന ദൃശ്യത്തെ സംഗ്രഹിച്ചു നീ, സാന്ദ്രാനന്ദമയം ദൃക്കായി തെളിഞ്ഞാരോഗ്യമേലണം. ഈ സുഭാഷിത രത്നങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്ത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രായോഗികം ആക്കുകയാണെങ്കിൽ പരമസുഖികളായി ഭവിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും അതുതന്നെയാണ്. ആ ലക്ഷ്യപ്രാപ്തിക്കായി ഓരോ സെക്കൻഡും നമ്മൾ വിനിയോഗിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായിത്തീരും. അതിനെ പാടെ ഉപേക്ഷിച്ച് നാം ദൃശ്യങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിച്ചാൽ അവസാനം ദൃശ്യങ്ങളൊന്നും നമുക്ക് സഹായത്തിനെത്തുകയില്ല എന്ന് മാത്രമല്ല, നിരാശയും ദുഃഖവും അന്ധകാരമയമായ അവസ്ഥയായിരിക്കും ഫലം. അതിനാൽ നാം വെളിച്ചത്തിലേക്ക് നീങ്ങണമെങ്കിൽ ദൃക്കിനെ അറിഞ്ഞ് ദൃക്സ്വരൂപമായി തീരണം നമ്മുടെ മനസ്സ്. അപ്രകാരം മനസ്സിനെ മാറ്റിയെടുക്കേണ്ടത് നാം തന്നെയാണ്. നമ്മുടെ ജീവിത രീതി മാറ്റിയാൽ മാത്രമേ അത് നമുക്ക് അനുഭവവേദ്യമാവുകയുള്ളൂ. അതിനാൽ ഈ സുഭാഷിത രത്നം ഒന്നുകൂടി നമുക്ക് അയവിളക്കാം. ഇത് വീണ്ടും 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 നമ്മൾ ആവർത്തിക്കേണ്ടതാണ്. ക്ഷീരബല ആവർത്തനം ചെയ്യുന്തോറും ശക്തി കൂടുന്നത് പോലെ വീണ്ടും വീണ്ടും പറയുന്നത് നമുക്ക് നഷ്ടമല്ല, വിരസതയല്ല, ലാഭം മാത്രമാണ്. ദൃശ്യാകാര മനസ്സാണ് രോഗമായതു നീങ്ങിയാൽ ദൃക്സ്വരൂപാവസ്ഥയാകും, ആരോഗ്യം തനിയെ വരും. അതിനാൽ അഴലേകുന്ന ദൃശ്യത്തെ സംത്യജിച്ചു നീ, സാന്ദ്രാനന്ദമയം ദൃക്കായി തെളിഞ്ഞാരോഗ്യമേലണം.